ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SR ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൂട്ടുകാരുടെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തെ ആസ്പദമാക്കിക്കൊണ്ട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസറുകളുമാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ 3ാം ക്ലാസ്സിലെ കുഞ്ഞു കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്. ഓണപരീക്ഷയ്ക്ക് എത്തിയില്ലേ? പാഠങ്ങളൊക്കെ പഠിച്ചു അല്ലേ? അപ്പോൾ നമുക്കൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കാം. നോക്കിയേ കൂട്ടുകാരുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റ് ഇങ്ങനെ ഒരു ഭാഗം കാണാം. ഇവിടെ കൂട്ടുകാരുടെ പേരും സ്കൂളിൻ്റെ പേരും ഡിവിഷനും ഒക്കെ തെറ്റാതെ എഴുതുക. പിന്നെ തൊട്ടടുത്തായിട്ട് ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ട്, ഇൻസ്ട്രക്ഷൻസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടുകാരെ നന്നായി വായിച്ച് മനസ്സിലാക്കുക കേട്ടോ. നോക്കിയ കൂട്ടുകാരെ ഓരോ ആക്ടിവിറ്റീസായിട്ട് നോക്കാം. ആക്ടിവിറ്റി ഫസ്റ്റ്, ലിസൺ ആൻഡ് ആൻസർ. യുവർ ടീച്ചർ വിൽ ടെൽ യു എ സ്റ്റോറി. ലിസൺ കെയർഫുള്ളി. ഒന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് കേൾക്കുക, അതിനുശേഷം ഉത്തരം എഴുതുക. കൂട്ടുകാരുടെ ടീച്ചർ മനോഹരമായൊരു കഥ പറഞ്ഞു തരും, അത് മനോഹരമായി കേൾക്കുക കേട്ടോ. എന്നിട്ട് ഉത്തരം എഴുതാം. ആൻസർ ദി ക്വസ്റ്റ്യൻസ് ഗിവൻ ബിലോ. തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. ഇവിടെ ചിത്രം തന്നിട്ടുണ്ട്, ആൻസർ കൂട്ടുകാരെ എഴുതിയാൽ മതി. ഒന്നാമത്തെ ചോദ്യം നോക്കി. വാട്ട് ഡിഡ് ലിഷാസ് ഗ്രാൻഡ് മദർ ഗീവ് ഹർ. ലിഷയുടെ ഗ്രാൻഡ് മദർ അവൾക്ക് എന്താണ് കൊടുക്കുന്നത്? ആൻസർ എന്താ? ഗിഫ്റ്റ്, ഒരു സമ്മാനമാണ് കൊടുക്കുന്നത് അല്ലേ. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. വാട്ട് ഹാപ്പൻഡ് ടു ദ പെയിൻറ്റിംഗ് വെൻ ലിഷാസ് ഫിനിഷ്ഡ് ഇറ്റ്. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇറ്റ് സ്റ്റേഡ് സ്റ്റിൽ, ബി ഇറ്റ് ഡിസപ്പേർഡ്, സി ഇറ്റ് ബിക്കെയിം ടു മൂവ്, ഡി ഇറ്റ് ഗോട്ട് ടേൺ. ആൻസർ ഇറ്റ് ഗോട്ട് ടേൺ. അടുത്ത് നെക്സ്റ്റ് തേർഡ്. ലിഷ വാസ് സർപ്രൈസ്ഡ് ടു സീ a dash fly out of the painting. Answer butterfly. Fourth, what did Lisha wish for? Answer play. Fifth question, okay. What was special about the bicycle that Lisha got? Answer it was big. Next നോക്കി ആക്ടിവിറ്റി 2, read and write. രണ്ടാമത്തെ ആക്ടിവിറ്റി വായിക്കുക, എഴുതാം. Read the passage carefully. Write answer to the questions given below. കൂട്ടുകാരെ, ഇവിടെ തന്നിരിക്കുന്ന പാസേജ് വായിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറയുന്നത്. വായിക്കാം. സഷ, നവീൻ ആൻഡ് കബിത were making crafts for the school festival. Let's make flowers, said Sasha. They made beautiful flowers using colorful papers. Look, our garden is ready, said Kabita. Their teacher Anu saw their garden and said, "It's lovely. You can add more things to make it special." They added butterflies and leaves to their garden. Everyone loved it. On the festival day, many people enjoyed their garden. The judges said, "This is the best craft." Sasha, Naveen and Kabita were happy. "We did it," they said together. They smiled at each other. Friendship is the best prize, said Sasha. Questions നോക്കിയേ കൂട്ടുകാരെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഡിഡ് Sasha, Naveen and Kapita make for the school festival? Answer craft. Second, appreciating their garden, Dash gave them an idea. Answer the teacher gave them an idea. Third, what did they add to their garden to make it special? Flowers and butterflies. Fourth, what did the judges say about their craft? Answer, this is the best craft. Fifth, Sasha said Dash is the best prize. Answer, friendship is the best prize. Activity third, add more lines. എല്ലാ എക്സാമുകളിലും കണ്ടുവരുന്ന ചോദ്യമാണ് ആഡ് മോർ ലൈൻസ്. നോക്കിയേ. ആൻഡ് ടീച്ചർ കൺഗ്രാറ്റുലേറ്റഡ് സഷ, നവീൻ ആൻഡ് കപിത. ടീച്ചർ സെഡ്, "ലെറ്റ്സ് സിംഗ് എ സോങ് ടുഗദർ. Can you clap your hands with me?" അന്ന ടീച്ചർ സഷയ്ക്കും നവീനും കവിതയ്ക്കും കൺഗ്രാറ്റുലേഷൻസ് പറഞ്ഞിട്ട് പറയാണ്, നമുക്ക് ഇവരോടൊപ്പം ഒരു പാട്ട് പാടാം, എല്ലാവരും കൈകൾ ചേർന്ന് തട്ടിക്കോളൂ. നോക്കി. വി ആർ ഫ്രണ്ട്സ്, ഹോൾഡ് അവർ ഹാൻഡ്സ് ടുഗദർ. വി ആർ ഫ്രണ്ട്സ്, ലെറ്റ്സ് പ്ലേ ടുഗദർ. ഇനി നമുക്ക് വരികൾ കൂട്ടിച്ചേർത്ത് എഴുതാം. We are friends, we are dancing together. We are friends, we are playing together. We are friends, we are talking together. We are friends, we are singing together. നെക്സ്റ്റ് നോക്കിയ കൂട്ടുകാരെ ആക്ടിവിറ്റി 6. എ ബി 2 ഓപ്ഷനാണ് ക്വസ്റ്റ്യനിലുള്ളത്. കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യാം.
ഞാനിവിടെ രണ്ടിൻ്റെയും ആൻസർ പറയുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് നോക്കിയേ തോട്ട്സ്. ആദ്യം ചിന്തകൾ എഴുതാനാണ്. നോക്കാം. എവറിബഡി അപ്രീഷിയേറ്റഡ് ദെയർ ലവ്ലി ഗാർഡൻ ഇൻ ദി ഈവനിങ് ഓൺ ദ വേ ബാക്ക് ടു ഹർ ഹോം. കവിത തോട്ട് അബൌട്ട് ദി ജോയ്ഫുൾ മെമ്മറീസ് ഓഫ് ദാറ്റ് ഡേ. എന്തൊക്കെയായിരിക്കും കവിത ചിന്തിച്ചിട്ടുണ്ടാകുക? അന്നത്തെ ദിവസം ആ ഒരു ലവ്ലി ഗാർഡനെ കുറിച്ചും എല്ലാവരും അവളെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചുമൊക്കെ ചിന്തിച്ച് അവളങ്ങനെ വീട്ടിലേക്ക് നടന്നു വരികയായിരുന്നു. വാട്ട് മൈറ്റ് ബി ദ തോട്ട്സ് ഓഫ് കവിത? കവിതയുടെ ഉള്ളിലെ ചിന്തകൾ എന്തൊക്കെയാകാം? ആൻസർ എഴുതിയേ. ടുഡേ വാസ് എ ബ്യൂട്ടിഫുൾ ഡേ. വി ഷുഡ് മേക്ക് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ അറ്റ് ഹോം ലൈക്ക് വി ഡിഡ് ഇറ്റ് സ്കൂൾ. ബട്ടർഫ്ലൈസ് വിൽ കം ടു സിപ്പ് ദ നെക്ടർ ഫ്രം ദി ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ്. അപ്പോൾ ഇന്ന് മനോഹരമായ ദിവസമായിരുന്നു. സ്കൂളിൽ ഉണ്ടാക്കിയതുപോലെ മനോഹരമായൊരു ഗാർഡൻ വീട്ടിലും ഉണ്ടാക്കണം. അപ്പോൾ ഈ മനോഹരമായ പൂക്കളിൽ നിന്ന് തേൻ നുകരാനായിട്ട് ബട്ടർഫ്ലൈസൊക്കെ വീട്ടിലേക്ക് വരും എന്ന് കവിത ചിന്തിക്കുന്നു. നെക്സ്റ്റ് ബി നോക്കിയ കോൺവെർസേഷൻ. കവിത റീച്ച്ഡ് ഹോം ആഫ്റ്റർ സ്കൂൾ. ഹർ മദർ വാസ് വെയിറ്റിംഗ് ഫോർ ഹർ. കവിത ഷെയർഡ് ഹർ ജോയ്ഫുൾ എക്സ്പീരിയൻസ് അറ്റ് സ്കൂൾ വിത്ത് ഹർ മദർ. അപ്പോൾ നോക്കിയ കൂട്ടുകാരെ, കോൺവെർസേഷൻ എല്ലാ എക്സാമുകളിലും കണ്ടുവരുന്ന ഒരു ചോദ്യമാണ്. കൂട്ടുകാർ നന്നായി പഠിക്കുക. അപ്പോൾ നോക്കിയ കവിതയെ കാത്ത് കവിതയുടെ മമ്മി നിൽക്കുകയായിരുന്നു. അപ്പോൾ അന്ന് സ്കൂളിൽ നടന്ന എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നു? കവിത മമ്മിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ പറഞ്ഞത് നോക്കിയേ. കംപ്ലീറ്റ് എ കോൺവെർസേഷൻ. അവർ തമ്മിലുള്ള കോൺവെർസേഷൻ, സംഭാഷണം നമുക്ക് പൂർത്തിയാക്കാം. കവിത, മോം ടുഡേ ഐ എം സോ ഹാപ്പി. അപ്പോൾ കവിത അമ്മയോട് പറയുകയാണ്, അമ്മേ ഞാൻ ഇന്ന് വളരെ സന്തോഷവതിയാണ്. മോം, റിയലി വാട്ട് ഹാപ്പൻ ടുഡേ? അപ്പോൾ മമ്മി ചോദിക്കുകയാണ്, സത്യമായിട്ടും എന്താണ് സംഭവിച്ചത് ഇന്ന്? കവിത, വി വോൺ ഇൻ ദ സ്കൂൾ ഫെസ്റ്റിവൽ. നമ്മൾ സ്കൂളിലെ ഫെസ്റ്റിവലിൽ ജയിച്ചു. മോം, ഓ ദാറ്റ്സ് ഗ്രേറ്റ്. ഓ അത് വളരെ അഭിനന്ദകരമാണല്ലോ. കൺഗ്രാറ്റുലേഷൻസ് ഡിയർ. കവിത, താങ്ക് യു മോം. വളരെ നന്ദിയുണ്ട് അമ്മേ. വി ഗോട്ട് എ ബിഗ് ട്രോഫി. നമുക്കൊരു വലിയ ട്രോഫിയും ലഭിച്ചു. മോം, ഐ എം സോ പ്രൗഡ് ഓഫ് യു. കീപ് ഇറ്റ് അപ്പ്. അപ്പോൾ മമ്മി പറയാണ്, ഞാൻ നിന്നെക്കുറിച്ച് അഭിമാനം കൊള്ളുന്നുണ്ട് കുട്ടി, ഇതുപോലെ തന്നെ തുടരുക എന്ന് മമ്മി പറയുന്നു. അടുത്ത് നോക്കിയ ആക്ടിവിറ്റി 5th. സീക്വൻസ് ദ ഇവൻറ്റ്സ്. ലുക്ക് അറ്റ് ദ പിക്ചർ ഗിവൻ ബിലോ. റീഡ് ദ സെൻറ്റൻസസ് റിലേറ്റഡ് ടു ദി ഇവൻറ്റ്സ്. കണ്ട കൂട്ടുകാർ, ഇവിടെ പിക്ചർ തന്നിട്ടുണ്ട്, അതിന് നമ്പേഴ്സും തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചിത്രങ്ങൾ നോക്കിയതിന് ശേഷം സെൻറ്റൻസുകളെ അറേഞ്ച് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കി, ഒന്ന് കൂട്ടുകാർക്ക് വേണ്ടി തന്നിട്ടുണ്ട്. ചിൽഡ്രൻ ഹറി ടു ഗോ ഇൻ ദെയർ ടൂർ ബസ് ടു വിസിറ്റ് ദ സൂ. നെക്സ്റ്റ്, അറ്റ് ദ സൂ എ ബേബി മങ്കി വാസ് സിറ്റിംഗ് ഓൺ ദ ടോപ്പ് ഓഫ് എ ട്രീ. നെക്സ്റ്റ് നോക്കി, അനക്കം ടീച്ചർ ടുക്ക് ദ ബേബി മങ്കി. നെക്സ്റ്റ് എന്താ? Children laughed as the baby monkey. Next, suddenly the baby monkey slipped from their tree. Next, teacher handed the baby monkey to the watchman. അപ്പോൾ കൂട്ടുകാർ ഇതുപോലെ അത് അറേഞ്ച് ചെയ്ത് എഴുതുക കേട്ടോ. നെക്സ്റ്റ്, കൂട്ടുകാരിലെ എക്സാമിലെ അവസാനത്തെ ചോദ്യമാണ് ഡിസ്ക്രിപ്ഷൻ. എല്ലാ എക്സാമുകളിലും ചോദിച്ചു വരുന്ന മറ്റൊരു ചോദ്യമാണ് ഡിസ്ക്രിപ്ഷൻ, വിവരണം തയ്യാറാക്കുക. ഇൻ ദി ഈവനിങ് ടൂർ ടീം റീച്ച്ഡ് ദ സീഷോർ. ദേ സോ മെനി ബ്യൂട്ടിഫുൾ തിങ്സ് ദെയർ. ലുക്ക് അറ്റ് ദി പിക്ചർ. കൂട്ടുകാരെ, ടൂറിന് പോയ കൂട്ടുകാരെല്ലാവരും വൈകുന്നേരമായപ്പോൾ എവിടെ എത്തി? കടൽക്കരയിലെത്തി. അവർ ഒത്തിരി മനോഹരമായ കാഴ്ചകൾ അവിടെ കണ്ടു. ചിത്രം നോക്കിയേ, ചിത്രത്തിൽ മനോഹരമായ കാഴ്ചകൾ കാണാം അല്ലേ? റൈറ്റ് എ ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ദി സീഷോർ. ഈ ചിത്രത്തെ നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഈ ചിത്രം വിവരിച്ചുകൊണ്ട് ഒരു വിവരണം തയ്യാറാക്കുക. ഉത്തരം എഴുതിക്കോളൂ. എ ബ്യൂട്ടിഫുൾ സൺസെറ്റ് ക്യാൻ ബി സീൻ ഇൻ ദി പിക്ചർ. Children can also be seen playing in the picture. Dolphins, sea turtles, and a small ship can be seen in the sea. Crabs and oyster can be seen on the shore. This is the beautiful picture. അപ്പോൾ കൂട്ടുകാർ ഇതുപോലെ ചിത്രം തന്നിരുന്നാൽ വിവരണം എഴുതാൻ പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ കൂട്ടുകാരി, നമ്മളിന്ന് കൂട്ടുകാരുടെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് ക്വസ്റ്റ്യൻസൊക്കെ വായിച്ചതും പഠിച്ചതും കേട്ടോ. അപ്പോൾ കൂട്ടുകാർക്ക് ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക്